മഴ വരുന്നുണ്ടല്ലോ, മഴ വരുന്നുണ്ടല്ലോ. ഇവിടെ രാവിലെ നേരേട്ടാ, സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇന്ന് മഴയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ പണിക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ അണ്ണാൻ്റെ പരിപാടി. അണ്ണാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിളികളെ എത്തുന്നു അവർ ഫുഡ് കൊടുക്കില്ല കേട്ടോ. അവൻ എടുത്തെടുത്ത് അങ്ങനത്തെ സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, അതാണ് അവന് കൂടുതലും ഇഷ്ടം. ഞാനിവിടെ ആ സൺഫ്ലവറിൻ്റെ സീഡ്സ് കുറേ ഞാൻ പാവിയിട്ടുണ്ടായിരുന്നേ. അത് മുഴുവനും അവർ വന്നിട്ട് മാന്തി മാന്തി കൊണ്ടുപോയി. പൊക്കോ പിന്നെ പിടിക്കാം. നമ്മുടെ കിളികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പല കളറുള്ള കിളികൾ വരും കേട്ടോ. അവർക്ക് നമ്മളിപ്പോൾ അത്രയ്ക്ക് പേടിയില്ല. ഇവർ ഭൂജി ഇവിടെ കണ്ടമാനുണ്ടെന്ന് പറഞ്ഞില്ലേ. നേരത്തെ നമ്മുടെ ആസ്തിമുട്ടൻ പോയിട്ട് ആ കൂടിൻ്റെ അവിടെ പോയിട്ട് കവല നിൽക്കണുണ്ടായിരുന്നു കിളികൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആസ്പിനെ ഇവരുടെ കുഞ്ഞുങ്ങൾ കുത്തി എറിഞ്ഞ് ഇപ്പോൾ ആസ്പിനൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇട്ടിട്ട് ഓടിക്കും. മറ്റാൻ അവിടെ നിന്നിട്ട് നോക്കലുണ്ട് കേട്ടോ, ഞാൻ പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൻ വരുമ്പോൾ ഞാൻ ഓടിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൂട്ടത്തെ പടി വരും. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സ്നേഹം തോന്നും, പക്ഷേ എല്ലാ സാധനവും അവർ നശിപ്പിച്ചിട്ടിട്ട് പോകുമല്ലോ. ഇവർക്ക് അണ്ണാൻ നമ്മുടെ നാട്ടിലെ അണ്ണാൻ്റെ വലിപ്പമല്ല കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഓക്കോ ഞാൻ ഓടിക്കുന്നില്ലേ, പോടാ പോടാ. ഒരാളല്ല വന്നിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഒരുമിച്ച് വരും. ഇത് പാവാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. എല്ലാവരും വന്നിട്ട് അവരെടുത്തുകൊണ്ട് പോകും. എന്തോരം വിത്തം ഞാൻ പാവാന്നറിയോ. അത് നമ്മുടെ കൈയുടെ മണം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നേരം വെളുക്കുമ്പോഴേക്കും എല്ലാവരും കുത്തി മാന്തി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവരേനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. പുറത്തുനിന്ന് നല്ലൊരു വെതറാട്ടോ, നല്ലൊരു ക്ലൗഡിയും നല്ലൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. നല്ല സൂപ്പർ വെതറാണ്. ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് വലുതായി വന്നേക്കണം മരം ഉണ്ടല്ലോ, ഇത് മൾബറിയുടെ മരം കേട്ടോ. അത് ഇതുമ്മ പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അവർ കൊത്തി തിന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ചെറിയ പഴങ്ങളുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് വലുതായി വരുന്നത് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കൊമ്പുകൾ എപ്പോഴും അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നതാണ്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എങ്കിട് മണിയളി എങ്കിട് മണിയളി. എത്തുമ്പോഴേക്ക് നല്ല ഭംഗിയുണ്ട് കിളിനെ കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞ കളറ് നല്ല അടിപൊളി. ഇതാ വന്നിരിക്കണത്. അവർക്ക് നോക്കി പോയി.
കാജൽ എവിടെയാ? ക്യാഷ് എവിടെ നോക്കിക്കണേ? എനിക്കൊരു മാട കുട്ടാ. അന്ന് അവിടെ നിന്നോ. ഇത് നമ്മുടെ ചീര കേട്ടാ. ഞാനിപ്പോൾ മിക്ക ദിവസവും അല്ലെങ്കിൽ ഒന്നരാടെ ഇങ്ങനെ വെച്ചിട്ട് പോയിട്ട് നമ്മുടെ ഗ്രീൻ ഹൗസിൽ ചീര ഉണ്ടല്ലോ, ചീര എടുക്കട്ടെ. ഇതായിട്ട് നമ്മുടെ പാൽച്ചീര. അതിൻ്റെ തണ്ടിൻ്റെ കളർ കണ്ടില്ലേ? നല്ല വെള്ള കളറായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് പാൽച്ചീര എന്ന് പറയുന്നത് കേട്ടോ. ല്ലോ ഫിഷ് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഞാൻ ഗ്രില്ല് ചെയ്തു കേട്ടെ. എൻ്റെ ഒരു വീഡിയോ ചെയ്യാട്ടെ. നമ്മളെപ്പോഴും എല്ലാ സാധനങ്ങളും എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത്, കുറേ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനെപ്പോഴും വിചാരിക്കും എൻ്റെ ഓരോ വീഡിയോസുകളൊക്കെ ആയിട്ട് ചെയ്യണമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ നേരം കിട്ടാറില്ല. നമ്മുടെ ബ്ലൂ ജേയുടെ ഒരു കുഞ്ഞിനെ ഞാൻ ഏതൊരു വീഡിയോയിൽ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും വിചാരിക്കണോ. കുഞ്ഞുങ്ങൾ കുറേ കൊത്തി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കിളി പക്ഷേ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അമ്മ അതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അത് ചത്ത് കിടക്കാട്ടോ. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ റോസാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിറച്ചും പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂവൊക്കെ പോയിട്ടാ. എന്നാലും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ റോസാപ്പൂവൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ അധികം ദിവസവും നിൽക്കൊന്നുമില്ലല്ലോ. ഡാലിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2 മാസം വരെയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. പക്ഷേ റോസൊക്കെ ആകുമ്പോൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കില്ല. നമുക്കിവിടെ ഒരു പൂവൻകോഴീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് കേട്ടില്ലേ? നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ? ഈ പ്രാവശ്യം നമ്മൾ പുതിയത് വാങ്ങിച്ചത്. പക്ഷേ അവരെല്ലാവരും പെടയെന്ന് പറഞ്ഞ് തന്നത്. പക്ഷേ അതിനകത്ത് വലുതായി വന്നു കഴിഞ്ഞപ്പോൾ ഒരെണ്ണം പൂവനായിട്ടുണ്ട്. പക്ഷേ അവർ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. സൗണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സൗണ്ടാണ്. പോൾസൈഡിനൊക്കെ കേൾക്കുമ്പോൾ പറയും. അപ്പോൾ ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യും. അത് അവർക്ക് വിളിച്ചിട്ട് പറയും. അപ്പോൾ തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ ഇവരുടെ കൂടെ ബാക്കിയുള്ളവരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് അയച്ചിടുമ്പോഴല്ല എല്ലാവരും ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ എനിക്കത് തന്നെ അതിനെ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കങ്ങനെ ഇഷ്ടമില്ല. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ സാധാരണ പൂവൻകോഴീനെ അങ്ങനെ ആൾക്കാർ വളർത്തില്ല. കാരണം ഈ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു കൊടുത്താലും ചിലപ്പോൾ അതിന് കൊന്നു കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിനങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുഞ്ഞിതാണ്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കൂവി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് 2.5 മാസം ആയിട്ടുള്ളൂ നമ്മൾ വാങ്ങിച്ചിട്ട്. നല്ല കൂവല. ഞാനിവിടെ പുറത്ത് വന്ന് നിന്നപ്പോഴാണ് ഇത്രയ്ക്ക് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് കൂവുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കോഴിയുടെ കാര്യം. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഇത് ഉണ്ടായതെല്ലാവരും വെട്ടി കളയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി നന്നായിട്ട് പൂവുണ്ടാവുള്ളൂ. ഇത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വെട്ടിയിട്ട് കാണിക്കട്ടെ. അത് നോക്കിക്കേ, ഇതൊരു കൊലോമ ഉണ്ടായിരുന്ന പൂവായിരുന്നു കേട്ടോ. ഇത് ഞാൻ അന്ന് വീഡിയോ കാണിച്ച് കഴിയുമ്പോൾ ഈ പൂവ് അതുമ്പോൾ വിരിഞ്ഞ് വരണുണ്ടായില്ല. എത്ര പൂവുണ്ടെന്ന് നോക്കിക്കേ. ഒരു കൊലോമ ഉണ്ടായതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുഞ്ഞു പൂവായിരുന്നില്ല, നല്ല വലിയ പൂവായിരുന്നു. 1 2 3 4 5 6 7 8 9 10 11 പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് വേറെ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പം ഞാൻ എന്തായാലും വെട്ടാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെട്ടി കാണിക്കാം. അയ്യോ, എന്താ നോക്കിക്കേ, ഇത് നോക്കിക്കേ. ഇതുമേ ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ വീഡിയോയിൽ ഇപ്പോൾ നല്ല സൺലൈറ്റ് വന്നുകൊണ്ട് ശരിക്കും കളർ അറിയുന്നില്ല കേട്ടോ. നല്ല ഭംഗിയാണ്. അത് ശരിക്കും നേരിട്ട് കാണണം എന്തൊരു രസമാണെന്നറിയാം. അപ്പം ഇനി എല്ലാവരും വെട്ടി കളഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കിളിർത്തിട്ട് രണ്ടാമതും അങ്ങനെ പൂവുണ്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ റോസിനെ പൂവൊക്കെ ഉണ്ടായി കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ പേരൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസിനെ തൊട്ട് വളം ഇടണേന്നുള്ളത്. നമ്മൾ റോസിൻ്റെ ഒരു വളം ഉണ്ടല്ലോ, എന്നിട്ട് റോസ് എന്ന് പേര് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ വളം. എനിക്ക് അറിഞ്ഞോടാ അതിൻ്റെ പേര്. റോസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വളമാണത്. ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ ഇടുന്നത് ഈ പ്രാവശ്യം ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ ഈ പച്ചക്കറികളുടെ വേസ്റ്റ് പാടത്തിൻ്റെ തൊണ്ടയ്ക്ക് വരില്ല, അത് ഇതിൻ്റെ കട കുറച്ച് നീക്കിയിട്ട് നമ്മൾ ഇങ്ങനെ
അതിനെ മാന്തും. കാരണം അടുത്ത് മാന്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വേരൊക്കെ പൊട്ടും. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ഒരു കുഴി പോലെ ഇങ്ങനെ നോക്കി കുഴിക്കണം. കുഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ അടുക്കളയിലെ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് നിറച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കും. അതാണ് സാധാരണ നമ്മൾ റോസിൻ്റെ എല്ലാത്തിനും നമ്മൾ ഇത് ഫെർട്ടിലൈസായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. വേറെ വളങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. ഒറ്റ വളം നമ്മുടെ പച്ചക്കറികൾക്ക് ആയിരുന്നാലും ഒന്നിനും ചെയ്യാറൊന്നുമില്ല. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു നന്നായിട്ട് വലുതായി വരുന്നുണ്ട് കേട്ടോ. പച്ചക്കറികൾക്കൊക്കെ ആയിരുന്നാലും ഞാൻ ഈ പഴത്തിൻ്റെ തൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒന്നാമത്തെ അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ തൊണ്ടും പിന്നെ ഞാനിപ്പോൾ കാറ്ററിങ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കണ്ടമാനം സവോളയുടെ തൊണ്ടൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ മിക്സിയുടെ അത്യാവശ്യം വലിയ ചാറാണ്. അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് ജ്യൂസ് പോലെ ആക്കിയിട്ട് എല്ലാ പച്ചക്കറികൾക്കും ഞാൻ ഒഴിച്ചു കൊടുത്തു. ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കോഴിക്കാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കും. അതാണ് സാധാരണ നമ്മുടെ എല്ലാത്തിനും നമ്മൾ വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ റോസാന്ന് വെച്ചാൽ ബാക്കിയുള്ള റോസ് മീൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുമ്മ ഒരുപാട് ഉണ്ടായിക്കിടുന്നതുകൊണ്ട് തന്നെ ഇത് മൊത്തം നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി മുകളിലേക്ക് ഒരു ലാഡർ വെച്ചിട്ട് കയറണം. എന്നിട്ട് വേണം ഇത് മൊത്തം നമ്മൾ വെട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഇത് വെട്ടണമെന്ന്. പിന്നെ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചായിട്ടുണ്ട്. പുതിയ വിശേഷങ്ങൾ നമുക്ക് മുന്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടുത്ത് കൊണ്ടായിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ. പിന്നെ ഇത് നമ്മുടെ വെള്ളപ്പൂ ഉണ്ടാവണ നമ്മുടെ ചെടിയേട്ടാ. പക്ഷേ ഇതുമ്മ പൂവ് ഉണ്ടായിട്ടില്ല. നിറച്ച് ഇങ്ങനെ മുട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടി എടുക്കും ഇതുമ്മ പൂവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതുമ്മ നന്നായിട്ട് പൂവ് ഉണ്ടായി മാത്രം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. എന്തോരം നിറച്ചും മുട്ടിട്ടിട്ടുണ്ട്. ഈ പെട്ടെന്ന് അങ്ങോട്ട് വിരിയത്. അപ്പോൾ എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്നത് ഇതാട്ടോ നമ്മുടെ മുന്തിരി. ഞാൻ ക്ലോസപ്പ് ഞാൻ കാണിക്കട്ടെ. ഈ വർഷം നമുക്ക് മുന്തിരി നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമാണ് ഇതുമ്പോൾ മുന്തിരി ഉണ്ടായി തുടങ്ങിയത്. ആ വർഷം നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ അതുമൊക്കെ നിറച്ച് പ്രാണികളൊക്കെ വന്നിട്ട് ഒന്നും നമുക്ക് മര്യാദയ്ക്ക് കിട്ടിയില്ല. പക്ഷേ ഈ വർഷം നമ്മൾ തുടക്കം മുതൽ ഞാൻ ഈ മുന്തിരിനെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നീമോയിൽ ഒഴിച്ചു കൊടുത്തെങ്കിലും നമ്മളങ്ങനെ തുടക്കത്തിൽ നമ്മളങ്ങനെ ഒഴിച്ച് കിടത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ പുകയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിക്കേ മുന്തിരി അത്യാവശ്യം നന്നായിട്ട് വലുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കറുത്ത കളർ മുന്തിരി കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരിയാണിത്. പക്ഷേ ഇനിയിപ്പോൾ ഇതുമ്മ എനിക്ക് തോന്നുന്നു ഇനി പ്രാണികളൊന്നും വരില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെയാണെന്ന് എനിക്കാണ് ചെയ്യേണ്ടത്. കാരണം തുടക്കത്തിൽ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഇലയമ വന്നു കഴിഞ്ഞിട്ട് ഇലയ്ക്ക് ഇങ്ങനെ ചുരുണ്ട് പോകും. ഇലയമൊക്കെ ഇത് മുട്ടയിട്ട് വെക്കും. പിന്നെ ഈ മുന്തിരി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധാരണ മാങ്ങയിൽ പുഴുവൊക്കെ വരുന്ന പോലെ ഇതൊക്കെ വലുതായിട്ട് മുട്ടയൊക്കെ വലുതായിട്ട് ഈ മുന്തിരിനൊക്കെ തിന്നും. പക്ഷേ ഇത് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഇതുമ്പോൾ ഒറ്റ പ്രാണികളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായിരുന്നാലും ഇത് നന്നായിട്ട് പഴുത്ത് കിട്ടുമെന്ന് തോന്നുന്നു. ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. ഈ സൈഡിലേക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 2 കളറും പച്ച കളറായതുകൊണ്ട് അത്രയ്ക്ക് നമുക്ക് അങ്ങനെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. വീഡിയോയിൽ കാണാൻ വേണ്ടി അത്രയ്ക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളതിനെ കാണിക്കും. ഇപ്പോഴേതാണ് ഞാൻ നിങ്ങളതിനെ ക്ലോസപ്പ് കാണിക്കണം. കുറേ മുന്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ മറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പുളിയൊക്കെ ഉണ്ട്. പക്ഷെ അത്രയ്ക്ക് ഭയങ്കര പുളിയില്ല. മുന്തിരി പഴുതാൻ മാത്രമല്ല മധുരം ഉണ്ടാവുള്ളൂ. പക്ഷെ ചില മുന്തിരിമ വളരെ കുറവ് 1-2 സ്ഥലത്തേക്ക് ചെറുതായിട്ട് ഒരു കറുത്ത കുത്ത് കാണുന്നുണ്ട്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എല്ലാ മുന്തിരിയും മൊത്തം കറുത്ത കുത്ത് വന്നിട്ട് എല്ലാ മുന്തിരിയും പോയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ കാണുന്നില്ല. വളരെ കുറച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു 5-6 മുന്തിരിയും മാത്രമേ അത് കാണുന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നമ്മുടെ സീനിയമൊക്കെ കുറേശ്ശൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളതിനെ കാണിക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട്. സമ്മറൊക്കെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടമാനം പണികളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണികളുണ്ട്. ഒറ്റ വർഷം നമുക്ക് ഇത്രയ്ക്ക് അധികം പണികൾ നമുക്ക് ഇവിടെ ഉണ്ടാവാറില്ല. പിന്നെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെയുള്ള എല്ലാം ചെയ്യുന്നത്. ഈ വർഷം നമുക്ക് തോട്ടങ്ങളുടെ എണ്ണമൊക്കെ കൂടി. ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് തോട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിൻ്റെ 9 വർഷമാണ് നമ്മൾ അവിടെ ഡാലിയത്തോട്ടം വെച്ചത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു തോട്ടമായില്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം തന്നെയാണ് നമ്മളിവിടെ ബാക്കിൽ നമ്മളൊരു ചെറിയൊരു വീട് പണിതിട്ടുണ്ടല്ലോ. അതിൻ്റെ അടുത്ത് നമ്മൾ അപ്പുറം നമ്മളൊരു തോട്ടം ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് 2 തോട്ടമായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ ഇപ്പുറത്ത് ഇതും കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിൽ. അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ നമ്മളൊരു തോട്ടം ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് അപ്പോൾ ഒരു തോട്ടം
ഇവിടെ നമുക്ക് അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് ഒരു 3 തോട്ടമുണ്ട്, പിന്നെ അങ്ങോട്ട് ബാക്കിലേക്ക് തോട്ടമുണ്ട്, പിന്നെ ഗ്രീൻ ഹൗസിൽ ചെടികളുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ഫ്രണ്ടിലൊക്കെ ആയിരുന്നാലും നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ചു. അവിടെ കുറേ പണി ചെയ്തു ഞങ്ങൾ ഈ പ്രാവശ്യം. മൾച്ചടിച്ചു, പിന്നെ മണ്ണടിച്ചു. പക്ഷേ അവിടെ നിറച്ചിങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ഡാലിയൊക്കെ ഞാൻ അവിടെയാണ് ഈ വർഷം കൂടുതൽ നട്ടേക്കണേ. പക്ഷേ ഒന്നും അങ്ങനെ അത്ര നല്ല വെയിൽ വേണമല്ലോ, എന്നാൽ മാത്രമേ പൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നട്ടിട്ട് അങ്ങനെ ഒന്നും ഉഷാറായിട്ടൊന്നും വരണമൊന്നുമില്ല. പക്ഷെ അവിടെ കണ്ടമാനം പണി പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോൾസേൻ്റെ അടുത്ത് ഞാൻ പറയും, പോൾസേട്ടൻ എന്നെ രാവിലെ നേരത്തേക്ക് കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ചെറുതായിട്ട് തണുപ്പ് മാറി തുടങ്ങിയപ്പോൾ തന്നെ ഈസ്റ്ററിൻ്റെ സമയമായപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ പണികളൊക്കെ തുടങ്ങി, മൾച്ചൊക്കെ അടിക്കലും പണികളൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് നേരം കിട്ടുന്നത് രാവിലെ ആയിരിക്കും. പിന്നെ എനിക്ക് രാവിലെ വന്നിട്ട് പണിയെടുക്കാൻ എളുപ്പം. അപ്പോൾ ആകുമ്പോൾ അത്രയ്ക്ക് വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാനൊരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് കണ്ണ് സത്യം പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ തന്നെ അടുത്ത് കണ്ണ് വന്നിട്ട് തിരുമ്മി കണ്ണ് തുറക്കുന്നത് ഇവിടെ വന്നിട്ട് പുറത്ത് വന്നിട്ടാണ്. എന്നിട്ട് എനിക്ക് ഓർഡർ ഒന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 9 മണി വരെയൊക്കെ നിന്ന് പറയും. ഇൻ കേസ് എനിക്ക് ഓർഡർ ഇല്ല, അത്രയ്ക്ക് തിരക്കൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ 10 മണി 11 മണി വരെയൊക്കെ നിന്ന് പണിയും. മിക്ക ദിവസം ഞാൻ രാവിലെ ഒരു 6 മണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും കയറും. മിക്ക ദിവസം ഓർഡർ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതും ചെയ്യണം. അങ്ങനെ ഒരുപാട്, കാരണം ഈ വർഷം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് നമ്മൾ ചെടികൾ ഇവിടെ സാധാരണ ആൾക്കാരെയും കടയിൽ നിന്ന് ചെടികൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെക്കലാണ് പതിവ്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിത്തുകൾ പാവി എല്ലാവരും മുളപ്പിച്ച് അങ്ങനെയുള്ള നമ്മൾ എല്ലാ ചെടികളും നമ്മൾ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരുന്നാലും ഭയങ്കര പണിയാണ്. പിന്നെ കുറേ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കും, കുറേയൊക്കെ അണ്ണാൻ മാന്തി കളയും. പിന്നെ ആദ്യ തുടക്കത്തിലൊക്കെ തണുപ്പ് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ എന്തോരം വെള്ളം ഒഴിച്ച് കൊടുത്താലും ചിലപ്പോൾ വാടിപ്പോവും. അങ്ങനെ കുറേ നമ്മൾ ചെടികളൊക്കെ നട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കുറേ ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് സീനിയാണ്. ഞാനവിടെ നോക്കായിരുന്നു, നമ്മുടെ 10 മണിക്ക് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ കാണിക്കാം. വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിലേക്ക് പോവാം. മുന്തിരി അത്തിമണ്ട് ഇങ്ങനെ തിന്നുമ്പോൾ നമ്മുടെ ലൂപിക്കുണ്ടല്ലോ, പച്ച ലൂപിക്ക, അത് തിന്നണം. അതിൻ്റെ അത്രയ്ക്ക് ഭയങ്കര പുളിയില്ല കേട്ടോ അതിന്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ കാണാം. പിന്നെ നിങ്ങൾ ശരിക്കും ഞാനെന്താ സാരിയൊക്കെ എടുത്ത് നിൽക്കണേന്ന്. ഇവിടെ പിള്ളേരുണ്ട്, അലീനയുണ്ട്. അപ്പോൾ ഞാൻ അലീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞേ, ഓക്കെ എനിക്ക് മുന്തിരിയുടെ അടുത്തൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് ഒഴിവുണ്ടായിരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ സാരിയൊക്കെ മാറിയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ സാരിയൊക്കെ മാറിയിട്ട് ഞാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ നോക്കിക്കേ, ഇതേപോലെ മുന്തിരി കൊല കുത്തി കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോരം ഉണ്ടായിരിക്കണേന്ന് അറിയാം. നല്ല രസമുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ മുന്തിരി ഉണ്ടാവണമെന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാവണതാണ് ഇങ്ങനെ ഒറ്റ മുന്തിരിയുടെ മരമുള്ളൂ. പിന്നെ നമ്മൾ വേറെ അവിടെ ഒരെണ്ണം നമ്മൾ ഒരു ഇതേപോലത്തെ ഒരു സാധനം പൊളിച്ചിട്ട് ഇങ്ങനെ മരം കൊണ്ട് പണിതിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞങ്ങൾ വേറെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ചെടിച്ചട്ടിയുടെ ഓട്ടയുടെ ഉള്ളിൽ നമ്മൾ തക്കാളിയുടെ തൈകളൊക്കെ നട്ടിട്ട് അതിനെ കമത്തി വെച്ചേക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലുതായിട്ടുണ്ട്. അത് വെക്കാൻ വേണ്ടിയിട്ട് പോൾസേട്ടൻ അവിടെ സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പോൾസേട്ടനായിരുന്നാലും പുറത്തായിരുന്നാലും നല്ല പണിയുണ്ട്. പോൾസേട്ടൻ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോൾസേട്ടനായിരുന്നാലും രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 8:30 ആകുമ്പോൾ കയറുള്ളൂ. 9 മണിയൊക്കെ ആവും നേരിട്ടാകുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ സമ്മറൊക്കെ ആയിരുന്നാലും നമ്മൾ കിടക്കുമ്പോഴൊക്കെ ആയിരുന്നാലും നമ്മൾ കുറേ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരം വൈകി എഴുന്നേക്കുന്നത്. നമ്മൾ 5:30 ആകുമ്പോൾ നമ്മൾ എഴുന്നേക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ വിൻ്ററൊക്കെ ആകുമ്പോൾ ഞങ്ങൾ നേരത്തെ കിടക്കും. പെട്ടെന്ന് നേരെ ഇരുട്ടാവും. 4 മണിയൊക്കെ ആകുമ്പോൾ നേരെ ഇരുട്ടാവും. അപ്പോൾ ഞങ്ങൾ 7, 7, 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങും. പെട്ടെന്ന് നേരത്തെ എഴുന്നേക്കും. സമ്മറൊക്കെ ആകുമ്പോൾ മൊത്തം മാറും. ഇവിടെ എന്ത് ഭംഗിയല്ലേ ഇത് ഉണ്ടാക്കി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇല വെച്ചിട്ട് ഒരു അറബിക് ഡിഷ് ഉണ്ടല്ലോ, ഞാൻ പണ്ട് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൈസ് പോലെ എന്തൊക്കെയാണ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അതൊരു ദിവസം ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കണം. ഇതിൻ്റെ ഇലയായിരുന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പുളിയാണ്. നല്ല പുളിയല്ല, അത്യാവശ്യം പുളിയുണ്ട്. പിന്നെ അവിടെ കാണുന്നതാണ് നമ്മുടെ ഡാലിയത്തോട്ടം. പക്ഷേ ഇപ്പം നമുക്ക് അതിനെ ഡാലിയത്തോട്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പം നമ്മളതിനെ സീനിയത്തോട്ടം എന്ന് പറയുന്നത്. അവിടെ പൂ വിരിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ സീനിയ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. കണ്ടമാനം സീനിയ നമ്മൾ ഈ തോട്ടത്തിൻ്റെ എത്തേ വരെ നട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചെണ്ണത്തുമ്പോൾ മാത്രമേ പൂ ഉണ്ടായിട്ടുള്ളൂ.
ഫുള്ള് പൂ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. അത് അവിടേക്ക് നിൽക്കുന്നത് നമ്മുടെ പേഴ്സിമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, അതാട്ടോ. അവിടെ വലിയൊരു പേഴ്സിമൺ ആ നിൽക്കുന്നത്, വലിയൊരു മരമാണ് പേഴ്സിമൺ. അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഒരു ചെമ്പരത്തിയാണ്. പിന്നെ അത് ഈ നിൽക്കുന്നതും പേഴ്സിമണ്ണാണ്. പിന്നെ ഈ നിൽക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പുതിയത് വാങ്ങിച്ചു വെച്ചതാണ്, ഉണ്ടായത് വാങ്ങിച്ചു വെച്ചതാണ്. അതുമേ ഇങ്ങനെ അടിയിൽ നിന്ന് ഇതേ കിളിർപ്പ് പൊട്ടിയിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഒന്നുമേ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ കോഴിക്കോടിൻ്റെ അവിടെയുള്ളിടത്ത് നമ്മൾ 3 പേഴ്സിമൺ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പേഴ്സിമണ്ണൊക്കെ നമുക്ക് കുറേ ഉണ്ടായി കിട്ടിയിരിക്കും. ഇതാട്ടെ നമ്മുടെ സീനിയർ പൂക്കൾ ഇങ്ങനെ പല കളറുകളാണ്, നല്ല രസമുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി വിരിഞ്ഞ് വരാനുണ്ട്. പല കളറുകളുണ്ട്. ഇതുണ്ട്. പക്ഷേ ഈ വർഷം എനിക്ക് അറിഞ്ഞൂടെ എന്താ ആരും പൊക്കത്തിലേക്ക് പോയിട്ടില്ല. ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇവരൊക്കെ പൊക്കത്തിലേക്ക് പോണത്. അങ്ങനെ കുറച്ചെണ്ണത്ത് മാത്രമേ പൂവ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടേക്ക് ഇങ്ങനെ പൂവ് വിരിയാനുള്ള ഇതുള്ളൂ. പക്ഷേ കുറേ ഉണ്ട്, അങ്ങടെ അറ്റത്തേക്കൊക്കെ ഉണ്ട് നമുക്ക് സീനിയ. പക്ഷേ പൂ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരും. ഇവിടെ ഇപ്പോൾ ഒന്നും ഈ ചെമ്പരത്തിയുമ്പോൾ നിറച്ചും പൂ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ വെള്ളപ്പൂ ഉണ്ടാവണ ഇതുണ്ടല്ലോ, ഇത് മെക്ക പൂ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും പൂ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവും. അപ്പോൾ പൂവൊക്കെ അങ്ങനെ ആയി വരുന്നുള്ളൂ. നമ്മുടെ ഇവിടെ ഈ തോട്ടത്തിലൊക്കെ നിൽക്കുന്നത് എല്ലാവരും സീനിക കേട്ടാ. അതൊക്കെയാണ്ട് വലുതായി വരുന്നുള്ളൂ കണ്ട. പിന്നെ അതിൻ്റെ ഉള്ളിലെ തോട്ടമുണ്ട്, അതിൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് ഫുള്ള് സീനിക കേട്ടാ. ഇവിടെ നമുക്ക് ഫിഗ് ഉണ്ട് കേട്ടോ. ഫിഗ് നമ്മൾ ഈ വർഷം ഫിഗ് നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. 2 നമ്മൾ ഫിഗ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ നോക്കിക്കേ, ഇത് ഫുള്ള് നമ്മുടെ സീനികയാണ്. ഇതിനകത്ത് 2 ഡാലി നോക്കിക്കേ, ഇതിനകത്ത് ഉണ്ടായി നിൽക്കുന്നത് ഫുള്ള് സീനിയാണ്. പക്ഷേ 2 ഡാലിയുണ്ട്. അവിടെ ഒരു ഡാലിയാകുമ്പോൾ പൂ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇന്നേ വരെ കാണാത്തത്. അതിൻ്റെ കളറ് ഭയങ്കര ഡാർക്ക് കളറ് അതിൻ്റെ ഇലയുടെ. അതിൻ്റെ പൂവും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂവായിട്ട് വരുമെന്ന് വിചാരിക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്നാലും നോക്കിക്കേ, ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ നടും പോകും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കണ സീനിയകളാണത്. ഇതൊന്നല്ല കേട്ടോ. അവിടെ നമുക്ക് അപ്പുറത്ത് നമ്മുടെ കോഴിക്കോടിൻ്റെ അവിടെ ഒരു തോട്ടം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നാലും നിറച്ചും സീനിയുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇത് നോക്കിക്കേ, ഇത് നമ്മൾ കമ്പോസ്റ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഈ നിൽക്കണ മരം എന്ത് മരമെന്നറിയാം. ഇവിടെ ഞാൻ ആരുടെയും വീടുകളിൽ ഇന്നേ വരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് പോമോഗ്രാനൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതുണ്ടല്ലോ, അതിൻ്റെ മരം കേട്ടോ. പക്ഷേ ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിങ്ങനെ ഓരോ സോണുണ്ട്. അപ്പോൾ ഇവിടുത്തെ സോണ് 7. അപ്പോൾ ഇവിടുത്തെ സോണിൽ ഇതുണ്ടാവും. എത്ര തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോവില്ല. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. അത് എനിക്കാണ് ഒരു 2-3 വർഷം എടുക്കുകയായിരിക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അറിയില്ല. അപ്പോൾ ഞാനിവിടെ നല്ല വെയിലുണ്ടല്ലോ, അത് കാരണം ഇവിടെ നമ്മുടെ പുല്ലിൻ്റെ നടുക്കായിട്ടാണ് ഞാനിത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പോൾസേട്ടൻ എന്നെ ചീത്ത പറഞ്ഞു, കാരണം പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് പാടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നല്ല വെയിലുള്ളിടത്ത് വെക്കണം. എന്തെങ്കിലും ഒരു കാലത്ത് ഇത് വലിയ മരമൊക്കെ ആയിട്ട് നമുക്ക് നിറച്ചും പൊമഗ്രാനൈറ്റ് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കമ്പോസ്റ്റ് ഇടാനുള്ള അത് ഓൾറെഡി ഞാൻ നട്ടു. പിന്നെ അതിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ ഈ സാധനം. ഇതിൻ്റെ ഉള്ളിൽ കുറേ കമ്പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കമ്പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മണ്ണിട്ടിട്ട് മൂടണം. പിന്നെ ഇതാണ് നമ്മുടെ മുന്തിരി. ഞാൻ ക്ലോസപ്പ് കാണിക്കുന്നത്, പക്ഷേ എന്തോരം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഇത് നല്ല കളറ് മാറുമ്പോൾ എന്തായിരുന്നാലും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നാലും വേണ്ടത് ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉള്ളിൽ നിന്ന് നമുക്കങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിറച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കേ, കണ്ട. ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഡെക്കുമ്പോൾ പെയിൻ്റ് അടിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് നോക്കിക്കേ, സ്റ്റെപ്പിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പെയിൻ്റ് അടിക്കണം. ഇന്നലെ ഞാനിവിടെ മുകളിലൊക്കെ അവിടെയൊക്കെ കഴുകി ആ സോഫയും അതിൻ്റെ കുഷ്യനൊക്കെ കഴുകലും അതൊക്കെയായിരുന്നു പണികൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ റൂമുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ച് തുടച്ച്
അങ്ങനെ ഓരോ ദിവസം ഓരോ പണികളുണ്ടാവും. എന്തോരം പണികൾ ചെയ്താലും തീരമൊന്നുമില്ല. കാരണം നമുക്ക് വിൻ്ററൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സമ്മറായി കഴിഞ്ഞ് കഴിയുമ്പോഴാണല്ലോ പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേപോലെ ക്ലീനിങ് ഉണ്ടാവും നമുക്ക്. പിന്നെ ഇവിടെ ആയിരുന്നാലും ഞാനൊരു ചെറിയൊരു തോട്ടം പോലെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അത് ഏത് ചെടിയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ, അതിനെ ഞാൻ പറിച്ച് അതിനെ പല സ്ഥലത്തായിട്ട് നട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം നമ്മുടെ ഈ തോട്ടത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പറിച്ചെടുത്തു. പിന്നെ അതവിടെ നമ്മുടെ വാഴയുണ്ട്. വാഴ നമുക്ക് വേറെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ കൂടുതൽ അതുമേന്ന് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു വാഴക്കണ്ണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ മാറ്റി വെച്ചതാണ്. പിന്നെ ഉണ്ടല്ലോ അത് ഈ ചെടിയുണ്ടോ, ഇത് നമുക്ക് അവിടെ ഫ്രണ്ടിൽ കുറേ നാളായിട്ട് നിൽക്കണ ഒരു ചെടിയായിരുന്നു. നമ്മൾ വീട് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നു. നല്ല വില കൂടിയൊരു മരമാണത്. എന്നിട്ട് ഞാൻ അതിനെ കഴിഞ്ഞ ദിവസം പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നട്ടേക്കുന്നതാ. അത് ഇനി നന്നായി വരും. അത് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാവുക. അത് അതിൻ്റെ ഇലകളൊക്കെ ഇപ്പം അത് ഭംഗിയില്ല. പക്ഷെ അത് ശരിക്കും അതിൻ്റെ ഭംഗി ശരിക്കുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നമ്മുടെ പച്ചക്കറി തോട്ടമാണ്. അവിടേക്ക് പയറുകളൊക്കെ പൊന്തി വരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ നിറച്ചും പുല്ല് പിടിച്ചേക്കായിരുന്നു. ഒരു 2 ദിവസം എടുത്തു ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുല്ലുകളൊക്കെ പറിച്ച് കളയാം. ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണ് വീണ് കിടന്നിട്ട് നിറച്ചും പുല്ലായിരുന്നു. അത് അത്യാവശ്യം വലിയ നമ്മുടെ ഒരു പച്ചക്കറി തോട്ടമാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എല്ലാവരും വലുതായി വരുന്നുള്ളൂ. വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു തോട്ടമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ പൂവുണ്ടായത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പൂവ് എല്ലാവരും പോയിട്ടാണ്. ഇനി ഉണ്ടാവും, 5-6 ട്രിപ്പ് വരുമ്പോൾ പൂവുണ്ടാവും. ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നമ്മൾ നട്ടേക്കുന്നത്. ഈ വർഷം നമ്മൾ പല വെറൈറ്റി ഒരുപാട് തരത്തിലുള്ള മെലനുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ മെലനുകളൊക്കെ ഞാനിവിടെ കൊറിയൻ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ചൈനീസ് ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കാണാത്ത ടൈപ്പൊക്കെ 2-3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ കാണാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കടയിലോ അല്ലെങ്കിൽ അധികം അങ്ങനെ വരാത്ത ചില മെലനുകളൊക്കെ ഈ അവിടെ വരും, കൊറിയൻ ഷോപ്പിൽ വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ സീഡ്സൊക്കെ ഞാൻ മുളപ്പിച്ചിട്ട് അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ നട്ടേക്കുന്നത്. പക്ഷെ ഏതൊക്കെയാണ് ഇതിനകത്ത് പൊന്തി വന്നേക്കണമെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എല്ലാ മെലൻ്റെയും ഇങ്ങനെ ഇലകളൊക്കെ ഒരേപോലെ ഇരിക്കുമല്ലോ. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് പടർന്നൊക്കെ കയറുന്നത് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വലുതായി കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഏതൊക്കെ കിട്ടിയേക്കണേന്ന്. പിന്നെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മൾ ക്യാൻഡിലൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രീൻ ഹൗസിൽ. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ക്യാൻഡിലൂപ്പ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ആയിരുന്നില്ല. ശരിക്കും അത് അന്ന് കിടന്നിട്ട് പഴുത്തിട്ട് നമ്മൾ അത് പറിച്ച് കഴിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിരുന്നാലും നല്ല കളറും നല്ല മധുരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ വർഷം ഗ്രീൻ ഹൗസിൽ പിന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തണുപ്പ് വരില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ കൂടുതൽ മെലനാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ചട്ടികൾ കമത്തി വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെന്നെ കാണിക്കാം കേട്ടോ. അതെല്ലാം വലുതായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവിടെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അന്ന് ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇതെല്ലാം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ ആ സൈഡിൽ ആ സൈഡിൽ നമ്മൾ പല തരത്തിലുള്ള മെലനുകളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന് കോലൊക്കെ വെച്ച് ഇങ്ങനെ കയറ്റി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ നമ്മുടെ ചട്ടി കമത്തിയിട്ടുള്ള പരിപാടി. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കമത്തി വെച്ചേക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് നിവർത്തി വയ്ക്കുമ്പോൾ ഇത് അടിയിലേക്ക് പോകുമല്ലോ. എന്നിട്ട് അടിയിലേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് അങ്ങനെ ഉണ്ടായി വരും. പക്ഷേ അപ്പോൾ അതിനെ നമ്മളൊരു എന്തിൻ്റെങ്കിലും വിടവിൻ്റെ ഉള്ളിൽ വെക്കണം. കാരണം ഇത് അടിയിലേക്ക് ഇരുന്നിട്ട് ജാമായി പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കുറേ പാട് വെച്ചിട്ട് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ഇതെല്ലാവരും കമത്തി വെച്ചിട്ട് അതിനെ നമ്മൾ മണ്ണ് വെച്ചിട്ട് കെട്ടി വെച്ചേക്കണം. വേണ്ട ഇതിനകത്ത് മെലനുകളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നല്ല രസമുണ്ടാവും. മുളകും അങ്ങനെ പല സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ റോസുമ്മ പൂവുണ്ടായത് നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് ശരിക്കും കാണേണ്ട കാഴ്ചയായിരുന്നു. അതേപോലെയായിരുന്നു പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഒറ്റ പൂവില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ആ റോസാണ് ഈ റോസിന്, അതേപോലെ പൂവായിരുന്നു, അത്ര ഭംഗിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നോക്കിക്കേ, ഇതൊരു വേറെ റോസുമ്മ കേട്ടോ. എല്ലാവരും കൂട്ടിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറേ ആവും. ഇത് നല്ല മണമുള്ള റോസാട്ടോ. അതുമേ നോക്കിക്കുക എന്തോരം മുട്ടകളെ ഉണ്ടായി വരുന്നത് നോക്കിക്കുക. ഇതുമേ ഇരുന്നാലും കുറേ പൂവുണ്ടായി, ഇതൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ റോസാപ്പൂവൊക്കെ നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്കും അതെല്ലാവരും വിരിഞ്ഞ് കഴിയും. ഇതുണ്ടല്ലോ അണ്ണാൻ നേരം വന്നിരിക്കും. അപ്പോൾ ഒരു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. അണ്ണാൻ അത് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് അണ്ണാൻ ആകെ പ്രശ്നമായിരിക്കാണ്. കാരണം അവർ വന്നിരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ പോവില്ലെന്ന്, പിന്നെ ചിരികൾക്കൊന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അണ്ണാൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കാണ് ഗ്ലാസ്സിന് എന്താ ചെയ്യാനുള്ളത്. ക്ലിയർ വരുന്നുണ്ട് കേട്ടോ.